വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് മോഡലിൽ പാണക്കാട് തങ്ങളെ ലക്ഷ്യമിട്ടും ഗൂഢനീക്കം. 3 ദിവസം മാത്രം പഴക്കമുള്ള ID ലോഗിൻ തായ്വാനിൽ നിന്നും. എഡിറ്റ് ചെയ്ത ചിത്രം പ്രതിഷേധം ഉയരുന്നു. സംസ്ഥാനത്ത് രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ സമാധാനപൂർണമായ അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ട് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ആസൂത്രിതമായ സൈബർ ആക്രമണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ വലിയ വിവാദമുണ്ടാക്കിയ കാഫിർ സ്ക്രീൻഷോട്ട് രീതിയിൽ അതീവ ഗൂഢവും ആപത്കരവുമായ നീക്കങ്ങളാണ് ഇതിന് പിന്നിലും നടന്നിരിക്കുന്നത്. സംഭവത്തിൽ മലപ്പുറം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രാഥമിക അന്വേഷണങ്ങളിൽ വിദേശ രാജ്യങ്ങളുടെ IP അഡ്രസ് ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഈ വ്യാജ പ്രചരണം നടന്നതെന്ന് വ്യക്തമാക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം 3 ദിവസം മുൻപ് നിർമ്മിച്ച ഒരു വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈലാണ് ഇതിനായി ഉപയോഗിച്ചിട്ടുള്ളത്. VPN സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തായ്വാനിൽ നിന്നാണ് ഈ ID ലോഗിൻ ചെയ്തിരിക്കുന്നത്. മറ്റൊരു രാജ്യത്തിന്റെ IP അഡ്രസ്സാണ് ഇതിനായി ഉപയോഗിച്ചിട്ടുള്ളത്. സാദിഖ് അലി തങ്ങളെ തേജവധം ചെയ്യാനായി AI ഉപയോഗിച്ച് തയ്യാറാക്കിയ മോർഫ് ചെയ്ത ചിത്രങ്ങളും വ്യാജ കഥകളുമാണ് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചത്. വടകരയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിനെ ലക്ഷ്യം വെച്ച് റെഡ് എൻകൗണ്ടർ പോലുള്ള ഇടത് സൈബർ ഗ്രൂപ്പുകൾ വഴി പ്രചരിപ്പിച്ച കാഫിർ സ്ക്രീൻഷോട്ട് കേരളത്തിൽ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചിരുന്നു. സമാനമായ രീതിയിൽ മുസ്ലിം കേരളത്തിന്റെ പരമോന്നത നേതാവിനെ ലക്ഷ്യമിട്ട് വിഷവിത്ത് വിതയ്ക്കാനാണോ പുതിയ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിന്റെ മതസൗഹൃദം തകർക്കാനുള്ള ഇത്തരം ആപത്കരമായ ഗൂഢനീക്കങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങളെ വ്യക്തിപരമായി തേജവധം ചെയ്യാനുള്ള നീക്കം എന്ത് വില കൊടുത്തും നിയമപരമായി നേരിടുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. സംഭവത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം പോലീസിൽ പരാതി നൽകി. സാദിഖ് അലി തങ്ങളെ തേജവധം ചെയ്യാനുള്ള നീക്കത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടക്കുകയാണ്. ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ ആരും വഞ്ചിതരാകരുത്, PK കുഞ്ഞാലിക്കുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. വ്യാജ ഐഡികൾക്കും അതിന് പിന്നിലെ ഗൂഢാലോചനകൾക്കും കത്രികത്തായിട്ട് പൂട്ടണമെന്ന ഉറച്ച നിലപാടിലാണ് പാർട്ടി. സൈബർ പോലീസ് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. വിദേശ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വരും ദിവസങ്ങളിൽ ഊർജിതമാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 99. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.